കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ് മണലൂരിലേക്ക്. കടുത്ത പോരാട്ടം. ഏറ്റവും തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥിയായി UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീ TN പ്രതാപൻ കളത്തിലിറങ്ങിയപ്പോൾ ഇപ്പോഴും ആ ഓട്ടം തുടരുകയാണ്. എന്താണ് അവസ്ഥ? സത്യം പറഞ്ഞ 6 മാസമായി മണലൂർ മുക്കിലും മൂലയിലും ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സംഘടനാപരമായി UDFും കോൺഗ്രസിൻ്റെയും സംഘടനാപരമായ സംവിധാനത്തിൻ്റെ കൂടെയായിരുന്നു. സ്ഥാനാർത്ഥിയായതിനു ശേഷം ഇപ്പം അതീവമായി എല്ലാ സ്ഥലത്തും എത്തിച്ചേരുകയാണ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം ഉണ്ടല്ലോ, ഇത്ര കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 3 തവണ നിയമസഭയിലും 1 തവണ പാർലമെൻറ്റിലും 1 തവണ പഞ്ചായത്തിലും മത്സരിച്ച ആളെന്ന നിലയിൽ ആളുകളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ, അവരുടെ എക്സ്പ്രഷൻ നോക്കിയാൽ അറിയാം നമുക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ അല്ലെങ്കിൽ ന്യൂട്രലാണോ എന്നുള്ളത്. എനിക്ക് ഭയങ്കരമായ പോസിറ്റീവ് എനർജി, മാറ്റം ഉണ്ടാവുന്ന 101%. TCV എല്ലാ രീതിയിലും അതിൻ്റെ സെറ്റിങ്സൊക്കെ നടത്തി വെച്ചോ. നിങ്ങൾ അതിനാവശ്യമായ രീതിയിലുള്ള ഫയലൊക്കെ, പഴയ ഫയലൊക്കെ റെഡിയാക്കിയോ. എഡിറ്റ് ചെയ്യേണ്ടതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് പിന്നെ മുൻകൂറായി നേരത്തെ തന്നെ ഈ ക്ലിപ്പിങ്സ് ഉപയോഗിക്കാം. അതായത് തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളുണ്ടെങ്കിലും മണലൂരിൽ TN പ്രതാപനാണെന്ന് പറഞ്ഞപ്പോൾ LDF പറഞ്ഞു ഞങ്ങൾക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രവീന്ദ്രൻ മാഷെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ BJPയുടെ ഉപാധ്യക്ഷനാണ് അനീഷ് കുമാറിനെ. TN പ്രതാപനെ പേടിക്കുന്നുണ്ടോ? സ്വാഭാവികമായും ഞങ്ങളൊക്കെ ഒരേ ആളുകളാണ്. തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആർക്കും പേടിയും പേടി കുറവെന്നുള്ളതല്ല. തെരഞ്ഞെടുപ്പ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള മത്സരമാണ്. രവീന്ദ്രൻ മാഷ് എനിക്ക് അടുപ്പുള്ള ആളാണ്, അനീഷ് കുമാർ എനിക്ക് അടുപ്പുള്ള ആളെന്നാണ്. വ്യക്തിപരമല്ല ഈ ഇലക്ഷൻ. നമ്മളൊരു ചില കൺസെപ്റ്റാണ്. ആൾക്കാർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്, ഒരാൾ വന്നാൽ എന്ത് ചെയ്യുമെന്നറിയാം. ഞാനങ്ങനെ ഈ അച്ചടി ഭാഷയിൽ വർത്തമാനം പറഞ്ഞ് മനുഷ്യന് മനസ്സിലാകാത്ത, കടിച്ചാൽ പൊട്ടാത്ത ശാസ്ത്രസാഹിത്യ വാക്കുകളൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. അതും ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഇടപെടലിനെതിരെ ട്രോളും ഇറങ്ങി എതിർപക്ഷത്തു നിന്ന് അല്ലേ? എനിക്ക് എത്ര കാലം നമ്മൾ തമ്മിലുള്ള ബന്ധമുണ്ട്. ഞാൻ നിങ്ങളെ കാണുമ്പോൾ എത്ര കൊല്ലം ഈ തട്ടാറുണ്ട്, ഞാൻ എത്ര നിങ്ങളെ ഇങ്ങനെ കുത്താറുണ്ട്, ഞാൻ എത്ര കൊല്ലമായിട്ട് നിങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കുക. അത്ര കൊല്ലമായിട്ട് നമ്മൾ തമ്മിലുള്ള അടുപ്പാണ്. ആ മാറ്റം അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? MLA MP സ്ഥാനങ്ങളൊന്നും ഇല്ലാത്തപ്പോഴും എനിക്ക് ഒരേ ശൈലിയുള്ളൂ. അത് ചിലപ്പോൾ ആ ശൈലി പേടിക്കുന്നവരുണ്ടാവും സ്വാഭാവികമായും. കാരണം എയർ പിടിച്ച് മസിൽ പിടിച്ച് നടക്കലല്ലോ പൊതുജീവിതം. ഞാൻ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുള്ളൂ, ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സംസാരിക്കുള്ളൂ, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ഇടപെടുള്ളൂ. അതെൻ്റെ ഒരു ശൈലിയാണ് എന്നുള്ളതല്ല. ദൈവം ചിലപ്പോൾ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പൊക്കൽ കൊടിയും തന്നതായിരിക്കും. അത് മരണം വരെ ഇത് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും TN പ്രതാപന് ആ ശൈലിയേറെ വർഷങ്ങളായി തന്നെയുണ്ട്. ഇപ്പോൾ മണലൂരിൽ ആദ്യഘട്ടം മുതൽ തന്നെ സജീവമാണ്. ഒരു ഘട്ടം പൂർത്തിയായോ? ഒരു ഘട്ടമല്ല, ഞാൻ നേരത്തെ ഒരു 6 മാസമായി തുടങ്ങി. ഏറ്റവും നേരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ തുടങ്ങും മുമ്പ് ആദ്യം കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കി, UDFിൻ്റെ ബൂത്ത് ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. അതിനൊക്കെ ഞാൻ തന്നെയാണ് നേരിട്ട് എല്ലായിടത്തും പോയി. പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥയുടെ സംഘാടനം, അതൊക്കെ വേണമെങ്കിൽ ഒരു ജനസമ്പർക്കം തന്നെയായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ആദ്യം ബൂത്ത് കഴിഞ്ഞു, പഞ്ചായത്ത് കഴിഞ്ഞു, നിയോജകമണ്ഡലം കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ മണലൂർ അപരിചിതമല്ല ശ്രീ TN പ്രതാപൻ. അതുകൊണ്ട് തന്നെ പല സ്ഥലത്ത് പല രീതിയിലാണ്. ഒരിടത്ത് വള നൽകിയാണ് സ്വീകരിച്ചത് അല്ലേ? എനിക്ക് വെങ്കടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് എനിക്കൊരു വള നൽകി. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഭീമല എനിക്കൊരു മോതിരം നൽകി. വഴിനീളെ അവർ പോക്കറ്റിൽ കിടക്കുന്ന 100 രൂപ 500 രൂപ തരുന്ന ആളുകളുണ്ട്. എനിക്കതിന് അത്ഭുതം തോന്നുന്നു. ഇത്രയും സ്നേഹം ആളുകൾ കാണുമ്പോൾ ആ സ്നേഹം കൊണ്ട് ഞാൻ സത്യത്തിൽ പറഞ്ഞ ഇടയ്ക്ക് അറിയാതെ വീർപ്പ് മുട്ടിപ്പോകും. ഒരു പ്രവർത്തകന്മാരും പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ഒരു പൈസ വാങ്ങിത്തരണമെന്ന് ഈ നിമിഷം വരെ എൻ്റെ അടുത്തോ എൻ്റെ ഇലക്ഷൻ നയിക്കുന്ന നേതാക്കന്മാരുടെ അടുത്തോ പറഞ്ഞിട്ടില്ല. അവർ സ്വയം കയ്യിൽ നിന്നെടുത്ത് എല്ലാം ചെയ്യണം. അതൊരു വൈകാരികതയും ഒരു അറ്റാച്ച്മെൻറ്റാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കാണാൻ കുറവുള്ളതാണ്. അവരുടെ സ്വന്തം കാര്യമായി ഏറ്റെടുത്തിരിക്കുകയാണ്. അതൊക്കെ നൽകുന്നത് നമ്മുടെ മനസ്സിനകത്ത് നൽകുന്നത് ഒരു വലിയ അനുഭവമാണ്. ഏറ്റവും കൂടുതൽ മണലൂരിലെ വോട്ടർമാരോട് ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഉറപ്പായിട്ട്. നിങ്ങൾ ഏത് ദുഃഖത്തിലും സന്തോഷത്തിലും ഉണ്ടാവും. സാധാരണ മനുഷ്യനായിട്ട് നിങ്ങൾക്ക് എന്നെ സമീപിക്കാൻ വേണ്ടി ഒരു UDFകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും ഇടനിലക്കാരൻ്റെയും ഇടത്തട്ടുകാരൻ്റെയും ആവശ്യമില്ല. ഒരു മണ്ഡലം കമ്മിറ്റിയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ശുപാർശ കത്ത് വേണ്ട. ഏത് മണലൂക്കാരനും ഏത് പാതിരാത്രിയും എൻ്റെ ഓഫീസിലോ എൻ്റെ വീട്ടിലോ എൻ്റെ അടുത്തോ എൻ്റെ ഹൃദയത്തിലോ കയറി വരാം. എനിക്ക് നിൽക്കാനുള്ള ഏറ്റവും വലിയ ഉറപ്പെന്നാണ്. വോട്ട് ചെയ്തവരോട് മാത്രമല്ല, എൻ്റെ പോസ്റ്റ് രാത്രി കീറുന്നവരുണ്ട്, എൻ്റെ ബോർഡ് എടുത്ത് ദൂരെ കളയുന്നുണ്ട്. ഇലക്ഷൻ സ്കോഡിൽ പോകണ ചില NGO യൂണിയൻകാരും ജോയിൻറ്റ് കൗൺസിലേഴ്സും എൻ്റെ പ്രചരണം മാത്രം എടുത്ത് കൊണ്ടുപോകുന്നവരുണ്ട്. ഒരു പരാതിയും ഒരു വിരോധവും അവരാരോടില്ല. നിങ്ങൾക്ക് നാളെ ഒരു ആപത്ത് വന്നാൽ, നിങ്ങൾക്ക് നാളെ ഒരു ആവശ്യം വന്നാൽ ഈ പ്രതാപം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ നിങ്ങളുടെ വീട്ടുകാരനാണ്. മണലൂർ എന്നൊരു വാക്ക് കേട്ടാൽ അവിടെ ഞാൻ
അലിഞ്ഞു ചേർന്ന് നിൽക്കും. ഇതെനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങൾക്ക് കാണാം. നിങ്ങൾ എൻ്റെ 15 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് മാത്രം നോക്കിയാൽ മതി. മണലൂർക്കാർക്ക് അറിയാം, അതെല്ലാം അവർക്ക് നല്ല ബോധ്യമുണ്ട്. സ്നേഹതീരത്ത് വരാത്തവരോ അല്ലെങ്കിൽ ഈ പിന്നെ ചേരമാൻ ജുമാ മസ്ജിദിലോ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലോ കോട്ടപ്പുറം കത്രടിയിലൊക്കെ പോകാത്തവർ വളരെ കുറവായിരിക്കും ഈ മേഖലയിൽ. അവർക്ക് എല്ലാവർക്കും അറിയാം ഒരാളുടെ സമീപനങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും ഉറപ്പായിട്ടും. എന്നെ വിശ്വസിച്ചോ, ധൈര്യമായിട്ട്, നഷ്ടം വരില്ല. 10 പരിപാടികൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച് തികഞ്ഞ വിജയപ്രതീക്ഷയോടെ മണലൂരിൽ TN പ്രതാപൻ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. മൈ ഡിയർ മുകേഷ്. മണലൂരിൽ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് നമ്മോടൊപ്പം. രവീന്ദ്രൻ മാഷ് അല്ലെങ്കിൽ മാഷ് എന്നെല്ലാം സുപരിചിതമാണ്. മാഷ് പ്രത്യേകിച്ച് കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. മാഷ് നേരത്തെ മന്ത്രിസഭയിൽ മന്ത്രിയും കൂടിയായിരുന്നു. എങ്ങനെയുണ്ട് മാഷെ പ്രചരണം? വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണുള്ളത്. വളരെ ആവേശകരമായ അനുഭവമാണ്. ഇടതുപക്ഷ സർക്കാരിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും രാഷ്ട്രീയമായ പിന്തുണ നല്ലതുപോലെ ഉണ്ട് എന്നുള്ളതാണ് അനുഭവം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആവേശമുണ്ട്, സന്തോഷമുണ്ട്. ഇലക്ഷൻ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ താല്പര്യങ്ങളും ഉണ്ട്. 2 തവണ തുടർച്ചയായി ഇടത് ഭരണമായിരുന്നു കേരളത്തിൽ. അതുകൊണ്ട് തന്നെ എതിർ കക്ഷികൾ പറയുന്നത് ഒരു ഇടത് വിരുദ്ധ അല്ലെങ്കിൽ ഭരണവിരുദ്ധ തരംഗമുണ്ട്, അത് ഞങ്ങൾക്ക് അനുകൂലമാവും എന്നുള്ളതാണ്. മാഷ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? കേരളത്തിൽ ഒരു ദിക്കിലും ഭരണവിരുദ്ധ വികാരം കണ്ടിട്ടില്ല. മണലൂരിൽ നേരിട്ട് കണ്ടിട്ടില്ല. കേരളത്തിൽ പല ദിക്കുകളിലും പോകാനുള്ള അവസരമായിട്ട് അവിടെയും കണ്ടിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന സമയത്തിനുള്ളിലും അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ് വസ്തുത. വികസനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും. ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തിയിട്ടാണ് നവകേരളം എന്നുള്ള ഒരു സങ്കല്പം മുന്നോട്ട് വെച്ച് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വികസനവും ക്ഷേമവും അതുപോലെ തന്നെ മറ്റുള്ള ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് കൊടുക്കേണ്ട എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും സർക്കാർ നൽകിയിട്ടുണ്ട്. ആ നവസങ്കല്പം മണലൂരിലും നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നവമണലൂർ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എല്ലാ മേഖലകളിലും സമഗ്രമായിട്ടുള്ള വികസനം, സമ്പൂർണ്ണമായിട്ടുള്ള വികസനം, പ്രത്യേകിച്ച് കാർഷിക വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു ആധുനിക മണലൂർ, അതിനെയാണ് നവമണലൂർ എന്ന് നമ്മൾ പറയുന്നത്. വികസനം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേച്ചേരി ജംഗ്ഷനിലാണ്. എതിർകക്ഷികൾ പറയുന്നതിൽ ഒരു പ്രധാന സ്ഥലം കേച്ചേരി കൂടിയാണ്. ഇത്ര 10 വർഷം തുടർച്ചയായി ഉണ്ടായി കേച്ചേരി ജംഗ്ഷൻ എന്ത് വികസനമുണ്ടായി എന്നുള്ളത്, അതിനെക്കുറിച്ച് എങ്ങനെ? കേച്ചേരി വികസനത്തിന് ആവശ്യമായ പണം പാസ്സായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് ഉണ്ടാകേണ്ട ചില സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളാണ് വേണ്ടത്. തീർച്ചയായിട്ടും അതിൽ മറികടക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേച്ചേരിയുടെ ജംഗ്ഷൻ വികസനം, കാഞ്ഞാണിയുണ്ട്, കാഞ്ഞാണി ജംഗ്ഷൻ വികസനം, അങ്ങനെ പല ജംഗ്ഷനുകളും വികസിപ്പിക്കണം. അത് കേച്ചേരി ജംഗ്ഷൻ വികസനം പ്രധാന അജണ്ടയായിട്ട് എടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു ജംഗ്ഷൻ വികസിച്ചതുകൊണ്ട് മാത്രം ഈ ഗതാഗത കുരുക്കുകൾ മാറില്ല. ഗ്രാമീണ റോഡുകളും വലുതാവണം. അപ്പം അതുകൊണ്ട് ജംഗ്ഷൻ അടക്കമുള്ള ഗ്രാമീണ റോഡുകൾ വലുതാക്കുന്ന ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കലായിരിക്കും മണലൂരിൻ്റെ ആദ്യ ലക്ഷ്യം. ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായി ഒരു മണ്ഡലത്തിലുള്ള എല്ലാ ഗ്രാമീണ റോഡുകളും ജംഗ്ഷനുകളും വികസിപ്പിക്കുവാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ, ഗതാഗത മാസ്റ്റർ പ്ലാൻ. തീർച്ചയായിട്ടും കേച്ചേരി ജംഗ്ഷൻ്റെ വികസനമായിരിക്കും അതിലെ പ്രധാനപ്പെട്ട അജണ്ട. അത് പരിഹരിക്കും. സാധാരണയായി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് പോരാട്ടം എന്നുള്ള നിലയിലാണ്. ഇത്തവണ NDA ഓരോ സമയവും വോട്ട് കൂടുതൽ നേടുന്നു. അവരുടെ തൃശ്ശൂർ ജില്ലയിലെ A ക്ലാസ് മണ്ഡലമായി കണ്ടുകൊണ്ട് ത്രികോണ മത്സരമാണ് എന്നവർ പറയുന്നു. മാഷ് എങ്ങനെയാണ്? അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ കേരളത്തെ വല്ലാതെ അവഗണിച്ചു. കേന്ദ്ര സർക്കാർ BJP നയിക്കുന്ന സർക്കാരാണ്. ഇന്ത്യ എന്നത് യൂണിയൻസ് ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയണത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെ ഒരുപോലെ കാണുന്നത് ഫെഡറൽ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ കേരളത്തിൽ എല്ലാവർക്കും ഉറപ്പാണ്. സാമ്പത്തിക സഹായങ്ങൾ മാത്രമല്ല, കേരളത്തിന് വേണ്ട ഒരു തരത്തിലുള്ള സാംസ്കാരിക സഹായങ്ങളടക്കം നൽകിയിട്ടില്ല. ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. മലയാളിയായ ഒരാൾക്ക് അതിൽ പ്രതിഷേധം ഉണ്ടാവും. അത് ഏത് സർക്കാർ ഇനി കേരളത്തിൽ വന്നാലും, ഏത് സംസ്ഥാനത്ത് സർക്കാർ വന്നാലും കേന്ദ്രം ഒരിക്കലും അവരെ അവഗണിക്കരുത് എന്ന്
പറയാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. അതിനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ NDAക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കും. അത്ര കണ്ട് കേരളത്തെ അവർ അവഗണിച്ചിട്ടുണ്ട്. അവഗണനയ്ക്ക് കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ മാത്രമേ NDA നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ മണലൂരിലെ വിദ്യാഭ്യാസ കാർഷിക മേഖലയിലെ ഒരു ഉന്നമനത്തെക്കുറിച്ച് മാഷ് പറഞ്ഞു. ഒപ്പം തന്നെ മണലൂരിന് മാത്രമായിട്ടുള്ള, പ്രത്യേകിച്ച് കേച്ചേരി ജംഗ്ഷൻ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു പാലമാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ തനതായിട്ടുള്ള മണലൂരിൻ്റെ ഇപ്പോൾ കൊടുങ്ങല്ലൂരിലെ തഴപ്പായ പോലെ അങ്ങനെയൊക്കെ മാഷ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവില്ല. എന്താണ് അതിനെക്കുറിച്ച് വോട്ടർമാരോട് പറയാനുള്ളത്? ഈ മണലൂർ മണ്ഡലം കാർഷിക മണ്ഡലമാണ്. കാർഷിക മണ്ഡലമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ശാസ്ത്രീയമായ അർത്ഥം ഇവിടെ വാട്ടർ ബേസ് നല്ലോണം ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയുടെ വളർച്ച, അതിനോട് ചേർന്ന വ്യാവസായിക മേഖലയുടെ വളർച്ച, ഈ പറയുന്ന ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ആധുനിക തലമുറ അവരുടെ തൊഴിൽ സുരക്ഷിതത്വം, അവരുടെ ജീവിത സുരക്ഷിതത്വം ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റാണ് മണലൂരിൻ്റെ നവമണലൂർ സങ്കല്പത്തിൻ്റെ അടിത്തറ. നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കടുത്ത ചൂടിനിടയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഓട്ടമാണ്. അത് നട്ടുച്ചയെന്നോ രാത്രി വൈകിയെന്നോ ഒരു വ്യത്യാസമില്ല. ഒപ്പം പ്രേക്ഷകർക്ക് അറിയാൻ കൗതുകമുള്ളൊരു ചോദ്യം ഉണ്ടാകും. മാഷ കുറേ കാലമായി താടിയില്ലാതെയാണ് കാണുന്നത്, മണലിലെത്തുമ്പോൾ താടിയായിട്ടാണ്. എന്താ മാറ്റം? അത് ഒരു വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അങ്ങനെ വെച്ചു. ഞാൻ വളരെ പണ്ട് താടി മാഷ് എന്നാണ് എന്നെ പറയാറുള്ളത്. സെൻറ്റ് തോമസ് കോളേജിൽ അധ്യാപകനായിരുന്ന കാലത്ത് മുഴുവൻ താടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും അങ്ങനെ കുറേ ശബ്ദങ്ങളായി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. 2 പതിറ്റാണ്ടിലേറെയായി അങ്ങനെ കണ്ടുകൊണ്ട് ഒരു മാറ്റം വന്നപ്പോൾ ചോദിച്ചത് മാത്രം. എന്തായാലും തിരക്ക് പിടിച്ച ഓട്ടമാണ്, കടുത്ത ചൂടിനിടയിലും ഓട്ടമാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. എല്ലാ ആശംസകളും നേരുന്നു മാഷേ. നന്ദി. കടുത്ത തെരഞ്ഞെടുപ്പ് ചൂടിൽ മണലൂരും സംസ്ഥാനത്ത് ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി മണലൂർ മാറുകയാണ്. നേരത്തെ മന്ത്രിയായിരുന്ന C. രവീന്ദ്രനാഥ്, ഒപ്പം തന്നെ TN പ്രതാപൻ, ഒപ്പം BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. കടുത്ത പോരാട്ടം തന്നെയല്ലേ? നല്ല മത്സരമാണ് മണലൂർ മണ്ഡലത്തിൽ നടക്കുന്നത്. നല്ല മത്സരം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കടുത്ത ത്രികോണ മത്സരം വരുമ്പോഴാണ് BJPയുടെ ജയസാധ്യത വർദ്ധിക്കുന്നത്. ഇവിടെ ഇന്ത്യ സഖ്യം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അവരൊരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ, മറ്റ് 2 പാർട്ടികളും അവരവരുടെ വോട്ടുകൾ പിടിച്ചാൽ ഇത്തവണ മണലൂരിൽ സുനിശ്ചിതമായിട്ടും BJP വിജയിക്കും. ആ വിജയ സാധ്യതയ്ക്ക് ഏറ്റവും പ്രധാന ഘടകമായി കാണുന്നത് എന്തൊക്കെയാണ്? ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടാണ് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്ന മണ്ഡലമാണ് മണലൂർ. ഞങ്ങൾക്ക് 2006 ആകെ കിട്ടിയത് ഇവിടെ 6000 വോട്ടാണ്. അത് 2011 വന്ന സമയത്ത് ഞങ്ങൾക്ക് 11,000 വോട്ടായി. ആ 11,000 വോട്ട് 2021 വന്നപ്പോൾ 39,000 വോട്ടായി. ആ 39,000 വോട്ട് 2024 വന്നപ്പോൾ 62,000 വോട്ടായിട്ട് ഞങ്ങൾ വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ 9,000 വോട്ടിൻ്റെ ലീഡ് മണലൂർ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. കൂടാതെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഒരു 6,000-7,000 പുതിയ വോട്ടുകൾ ചേർക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ മണ്ഡലത്തിൽ 100% BJP വിജയിക്കും എന്നുള്ളത്. വലിയ വോട്ടിൻ്റെ ശതമാനം കണക്ക് ലോക്സഭയുടേതാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. ആ ഒരു പ്രതീക്ഷ നിയമസഭയിലേക്കും ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ BJP ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. BJP സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താമര ചിഹ്നത്തിലാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. BJP ഇഷ്ടമില്ലാതെ BJP ജയിക്കരുത് എന്ന് വിചാരിക്കുന്ന ആളുകൾ ആരും തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ BJP ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. BJPക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആ വോട്ട് BJPക്ക് കിട്ടും. അത് തൃശ്ശൂർ മാത്രമല്ലല്ലോ, തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലൊക്കെ BJPക്ക് ജയസാധ്യതയുണ്ടെന്ന് കണ്ട സമയത്ത് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലേ? വെറും 14,000 വോട്ടിനല്ലേ രാജുവേട്ടൻ തോറ്റത്. സംസ്ഥാനത്ത് കുറച്ച് A+ മണ്ഡലങ്ങളുണ്ട്, അതിലൊന്നാണ് മണലൂർ അല്ലേ? തൃശ്ശൂരിൽ ജില്ലയിൽ ഏതൊക്കെ മണ്ഡലങ്ങളാണ്? അല്ലല്ല, കേരളത്തിൽ ഞങ്ങൾക്ക് എല്ലാ A+ മണ്ഡലങ്ങളാണ്. ബാക്കിയൊക്കെ നിങ്ങൾ പറയുന്നതാണ്. ഞങ്ങൾ 140 മണ്ഡലങ്ങളും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത്. അതിൽ വോട്ടിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെല്ലാ മണ്ഡലങ്ങളെയും ഒരുപോലെ തന്നെയാണ് പരിഗണിക്കുന്നത്. എല്ലാവരും വിജയിച്ചു വരണം, കേരളം പിടിക്കണം, വികസിത കേരളം സാധ്യമാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം. വോട്ടർമാർ എന്തിന് BJPക്ക് വോട്ട് ചെയ്യണം? എന്താണ് വോട്ടർമാരോട് പറയാൻ? വികസനം വേണോ കേരളത്തിലൊരു മാറ്റം വേണോ എങ്കിൽ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതല്ല കേരളം ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയോ?
നല്ലൊരു വ്യാപാര സ്ഥാപനമില്ല, വ്യവസായ സ്ഥാപനങ്ങളില്ല, ആരോഗ്യ മേഖല തകർന്നു കിടക്കുന്നു, കാർഷിക മേഖല തകർന്നു കിടക്കുന്നു, റോഡ് വികസനമില്ല, കുടിവെള്ള പ്രശ്നം. ഇതൊക്കെ പതിറ്റാണ്ടുകളായിട്ട് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇതൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നത് പോലുള്ള വികസനം ഉണ്ടാകണമെങ്കിൽ BJP പരീക്ഷിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ കേരള സർക്കാർ തന്നെ വികസനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എവിടേക്കാണ്? BJP ഭരിക്കുന്ന ഗുജറാത്തിലേക്കല്ലേ, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിലേക്കല്ലേ? നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ അവരുടെ സർക്കാർ ഖജനാവിലെ പണം മുടക്കി മന്ത്രിമാരുൾപ്പെടെയുള്ള സംഘത്തെ അയക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് ഇനി BJP അധികാരത്തിൽ വന്നാൽ അങ്ങോട്ടൊന്നും സംഘത്തെ അയക്കേണ്ട ഗതികേടുണ്ടാവില്ല. ആ വികസനമൊക്കെ ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കും. അപ്പോൾ വികസനം വേണോ, BJPക്ക് വോട്ട് ചെയ്യണം. വികസനത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള മാതൃകയാണ് മോഡി സർക്കാർ എന്ന് പറയണത്. എങ്ങനെ ഒരു നാട്ടിൽ വികസനം ഉണ്ടാക്കാം, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നത് പ്രവർത്തിച്ച് കാണിച്ച് തെളിയിച്ചവരാണ് BJP. ഞങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല റോൾ മോഡൽ എന്ന് പറയുന്നത്. അത് ജനങ്ങൾക്കറിയാം. ഇന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള ആളുകൾ, അതുപോലെ മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ നോക്കിക്കാണുന്ന ആളുകൾ, വികസനം വേണമെങ്കിൽ BJP വരണമെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇത്തവണ ജനങ്ങൾ മാറ്റി ചിന്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇടതും വലതും വിജയം അഭിമാനമായി കാണുന്ന മണ്ഡലമായി മണലൂർ മാറുകയാണ്. അതുകൊണ്ട് തന്നെ TM പ്രതാപനും മുൻ മന്ത്രി രവീന്ദ്രനാഥും ഒപ്പം തന്നെ ശക്തനായ എതിരാളി എന്ന നിലയിൽ തന്നെയാണ് അനീഷ് കുമാർ. അവർ അഭിമാനമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങൾ ആത്മാഭിമാനമായിട്ടാണ് കാണുന്നത്. ഇത് ഞങ്ങൾക്ക് ആത്മാഭിമാന പോരാട്ടമാണ്. മണലൂർ മണ്ഡലം ഞങ്ങൾ പിടിക്കും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള മണ്ഡലമാണ്. ഞങ്ങൾക്കൊരു 25,000 പ്രവർത്തകർ ഈ മണ്ഡലത്തിലുണ്ട്. ആ 25,000 പ്രവർത്തകർ ഈ 2 വോട്ട് വെച്ച് പിടിച്ചാൽ ഇവിടെ വൻ ഭൂരിപക്ഷത്തിന് BJP ജയിക്കും. ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകരും മുഴുവൻ സന്നാഹവും ഈ തെരഞ്ഞെടുപ്പിൽ സർവ്വസജ്ജരായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. വിജയം മാത്രമാണ് ലക്ഷ്യം. അതിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലുള്ള മിന്നുന്ന വിജയം മണലൂരിൽ ഇത്തവണ ഉണ്ടാകും. ലോക്സഭയിൽ MP ഉണ്ടായെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ NDAക്ക് MLAയും ഉണ്ടാകും. ഒരു റൗണ്ട് കഴിഞ്ഞ് കാണും. മണ്ഡലം എന്താണ് ആവശ്യപ്പെടുന്നത്? NDAയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? അല്ല, മണ്ഡലത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമുണ്ട്. ഒരു തുള്ളി കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങൾ തന്നെ ഈ മണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. കുടിവെള്ള ടാങ്കുകൾ മണ്ഡലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഈ മാർച്ച് മാസത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ മുല്ലശ്ശേരി പഞ്ചായത്തിൽ, ഇളവള്ളി പഞ്ചായത്തിൽ, വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ഒക്കെ തന്നെ ജനങ്ങൾ കുടിവെള്ളത്തിന് വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. കേന്ദ്ര സർക്കാർ എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും വീട്ടിൽ കുടിവെള്ളം എത്തിക്കാൻ ജൽജീവൻ മിഷൻ പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളും ഇവിടുത്തെ MLAയും പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പണത്തിൻ്റെ പ്രശ്നമല്ല, പണം കേന്ദ്രം കൊടുക്കുന്നുണ്ട്. ആ പണം ഉപയോഗിച്ച് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിൽ ഇവിടുത്തെ ഭരണകർത്താക്കളാണ് പരാജയപ്പെട്ടത്. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകർ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൽ നേരിടുന്നുണ്ട്. പാലക്കാടും ആലപ്പുഴയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കേണ്ടുന്ന ഒരു പ്രദേശമാണ് മണലൂർ. ഇവിടെ ഉപ്പുവെള്ളം കയറുന്ന ഭീഷണി നെൽ കർഷകർ നേരിടുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി പരിഹാരം കാണും. റൗണ്ട് കഴിഞ്ഞു. ഒരു റൗണ്ട് നാളത്തോട് കൂടിയിട്ട്, ഒരു റൗണ്ടല്ല, രണ്ടാമത്തെ റൗണ്ട് നാളത്തോട് കൂടിയിട്ട് അവസാനിക്കും. മൂന്നാമത്തെ റൗണ്ട് പ്രചരണം മറ്റന്നാൾ മുതൽ ആരംഭിക്കും. എന്തൊരു ചൂട്! ചൂടൊന്നും പ്രശ്നമില്ല. അത് തെരഞ്ഞെടുപ്പ് ചൂടിനെയൊക്കെ വലിയ ചൂടൊന്നുമില്ല. ഈ ചൂടിനെയൊക്കെ ഞങ്ങൾ ആവേശമായിട്ടാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. എന്തായാലും മണലൂരിൽ ഇത്തവണ ഈ ചൂടിൽ താമര വിരിയും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി മണലൂർ മാറുമ്പോൾ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. ഒപ്പം വളരെ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ NDAയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.